ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രികാലം ആരും തന്നെ ലൈനിലില്ലാന്ന് തോന്നുന്നു. ഹല്ലേലൂയ. എന്നാലും നമുക്ക് രണ്ടുപേരേ ഉള്ളുവെങ്കിൽ നമുക്ക് വചനത്തിൽ നിന്ന് ഒരല്പം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നമുക്ക് മീഖ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു, അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കുന്നു. ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, അവിടെ നിന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ ആത്മീയ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങൾ ഇന്ന് ഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഏറെ പ്രയോജനകരമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തകർക്കുന്നവന് അവർക്ക് മുമ്പായി പുറപ്പെടുന്നു, അവരുടെ രാജാവ് അതിൻ്റെ പുറകിൽ, യഹോവ അവരുടെ തലയ്ക്കലും അതിൻ്റെ പുറകെ അവരും. അപ്പോൾ തകർക്കുന്നവന് രാജാവ്, യഹോവ, അവരെ ഇങ്ങനെ ജനക്കൂട്ടം ഇങ്ങനെ ജാതിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്തിനാണ്? ഒരു യുദ്ധത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഏറ്റവും മുമ്പിൽ തകർക്കുന്നവന് അവൻ നേരെ മുമ്പിൽ പോയി എല്ലാ തടസ്സങ്ങളെയും തകർത്ത് അവന് വളഞ്ഞതിനെ നേരെയാക്കി, ദുർഘടങ്ങളെ നേരെയാക്കി അവർക്ക് വഴി കൊടുത്തുകൊണ്ട് അവൻ മുമ്പിൽ നടക്കുക. ഹല്ലേലൂയ. അവന് ഇരുമ്പ് ഓടാമ്പലുകളെ ഒടിച്ചു കളഞ്ഞ് താമ്രക്കഥകളെ തകർക്കുന്നവനാ. ഹല്ലേലൂയ. ഈ തകർക്കുന്നവനെന്ന് ഇവിടെ പ്രവാചകന് ആത്മാവിൽ കണ്ടത് അവന് നമ്മുടെ ഡിവൈൻ റെഡീമർ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. യേശു, ഹല്ലേലൂയ, ബന്ധനത്തിൽ കിടന്നവരുടെ അവരുടെ ബന്ധനങ്ങളെ തകർത്ത് അതിൽ നിന്ന് വിടുവിച്ച്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ആ യേശു അവൻ തകർക്കുന്നവനാ. ഹല്ലേലൂയ. അവന് ദൈവജനങ്ങൾക്ക് വേണ്ടി സകലതും തകർത്ത് അവർക്ക് ജയം കൊടുക്കുന്നവനായ ദൈവമാ. ഹല്ലേലൂയ. ഇയ്യോബ് 42:2 പറയുന്നു: നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. 1-ാം അധ്യായം മുതൽ ഇയ്യോബ് കഷ്ടതയുടെ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാന അധ്യായം 42 വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഇയ്യോബിന് മനസ്സിലാകുന്നത് നിനക്ക് സകലതും സാധ്യമാണ് എന്നും നിനക്ക് അസാധ്യമായതൊന്നും ഇല്ല എന്നും ഞാൻ അറിയുന്നു. എൻ്റെ ഈ കഷ്ടത അത് എനിക്ക് ഹാലേൽ നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നവനാണ് നീ എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോയാലും നാളെ അത് എനിക്കത് പ്രയോജനകരമായി തീരുമെന്ന് ഇയ്യോബ് ഈ 42-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. നിനക്ക് സകലതും കഴിയും. ഹല്ലേലൂയ. എന്നെ നേരത്തെ 1-ാം അധ്യായത്തിൽ തന്നെ എന്നെ വിടുവിച്ചെടുക്കുവാൻ നിനക്ക് കഴിയുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഈ കഷ്ടത, ഹല്ലേലൂയ, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്, ഹല്ലേലൂയ, എനിക്ക് തന്ന ഈ കഷ്ടത ഒടുവിൽ എനിക്കത് ഏറെ പ്രയോജനകരമായി തീരുവാൻ വേണ്ടിയാണ് നീ പ്രകാരം ചെയ്തതെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പം നിനക്ക് വേണ്ടി തകർക്കുവാൻ, ചിലതിനെയൊക്കെ നിനക്ക് വേണ്ടി തകർക്കുവാനും ചിലതിനെയൊക്കെ നിനക്ക് വേണ്ടി പണിയുവാനും യേശു സന്നദ്ധനാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്, ദൈവത്തിന് 272 പേരുകൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ചുരുങ്ങിയത് 272 പേരുകളെങ്കിലും തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഓരോ നാമവും നമ്മോടുള്ള വാഗ്ദത്തങ്ങളാണ്. അതുപോലെ ആ ഒരു പേര് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ പേരിൽ തന്നെ അവൻ്റെ വാഗ്ദത്തം അടങ്ങിയിരിക്കുന്നു, അവൻ്റെ പ്രോമിസ് അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഉദാഹരണത്തിനായിട്ട് നമുക്ക്
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു. മതി. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ സൃഷ്ടിപ്പിനോട് അനുബന്ധിച്ച് അവൻ ശക്തനാ. ഹല്ലേലൂയ. അവിടെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ അത് എൽ അല്ലെങ്കിൽ എലോഹിം എന്ന് പറഞ്ഞിരിക്കുന്നു. എലോഹിം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ശക്തനാ. ഹല്ലേലൂയ. ക്രിയേഷനോടുള്ള ബന്ധത്തിൽ, സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ അവൻ വളരെ ശക്തനാ. ഹല്ലേലൂയ. ഈ ഭൂമി എന്ന് പറയുന്നത് 510 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. 510 സ്ക്വയർ മില്യൺ കിലോമീറ്റേഴ്സാണ് ഈ ഭൂമിയുടെ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റളവ്, അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത്രയും ഈ 510 മില്യൺ കിലോമീറ്റർ സ്ക്വയറിൽ ഇതിന് ഈ പാറ കൊണ്ട് അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇടാൻ ആർക്കാണ് കഴിയുന്നത്? ലൂസിഫറിനെ കൊണ്ട് കഴിയുമോ? ശ്രീബുദ്ധനെ കൊണ്ട് കഴിയുമോ? ജൈനനെ കൊണ്ട് കഴിയുമോ? വ്യാസനെ കൊണ്ട് കഴിയുമോ? മുഹമ്മദിനെ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവന്. ഹല്ലേലൂയ. അതിനെ പാറകൾ കൊണ്ട്, ഒരിക്കലും ഇളകാത്ത രീതിയിൽ പാറകൾ കൊണ്ട് അതിന് അടിസ്ഥാനമിട്ട് അതിനെ പണിതവൻ 510 മില്യൺ കിലോമീറ്റർ സ്ക്വയറിൽ ഇതിന് അടിസ്ഥാനമിട്ടവന്. അവന് സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ അവൻ എലോഹിമാണ്, സർവശക്തനാണ് അവൻ. ഹല്ലേലൂയ. അവനെപ്പോലെ ആരുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും അവൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അവൻ കരിങ്കല്ല് കൊണ്ടുവന്ന് അതിനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. ഒരുപാട് സമയമെടുക്കും. അവൻ ചെയ്തത് എന്തുവാണ്? അവൻ്റെ വാക്കിനാൽ ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി. അവൻ്റെ വാക്കിനാൽ. അതാണ് എലോഹിം. അവൻ്റെ വാക്കിനാൽ ആകാശത്ത് പറക്കുന്ന പറവജാതികൾ, അതാത് ഇനം പറവജാതികൾ ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചപ്പോൾ അതുണ്ടായി. ഓരോരോ മൃഗങ്ങൾ, ഭൂമിയിൽ ചലിക്കുന്ന മൃഗങ്ങൾ ഉണ്ടാകട്ടെ, ഇഴജാതികൾ ഉണ്ടാകട്ടെ അവൻ പറഞ്ഞപ്പോൾ അതുണ്ടായി. സമുദ്രം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചു. അതിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞപ്പോൾ അതാത് തരം മത്സ്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ തരം മത്സ്യങ്ങളാണ് കടലിൽ ഉണ്ടാകേണ്ടതെന്ന് അവൻ ഡിസൈൻ ചെയ്ത് മനസ്സിൽ വെച്ചിട്ട് പറയുന്നു അതാത് തരം മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. അതുണ്ടായി. അവൻ ഭൂമിക്കൊരു ഡിസൈൻ ചെയ്തു, അതുണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞപ്പോൾ അതുണ്ടായി. ഹല്ലേലൂയ. ആകാശത്തിന് അവനൊരു ഡിസൈൻ ചെയ്തു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അതുണ്ടാകട്ടെ, ഉണ്ടായി. വാക്കിനാൽ. അതാണ് എലോഹിം എന്ന് പറയുന്ന സൃഷ്ടിപ്പിൽ അവൻ ശക്തനാണ്. എലോഹിം. ഹല്ലേലൂയ. മിസ്രയീമിൽ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കഴിയുകയായിരുന്നു. ഏതാണ്ട് 420 വർഷം അവർ അടിമത്തത്തിൽ കഴിയുക. ഹല്ലേലൂയ. അടിമത്തത്തിൽ കഴിയുന്നവർക്കാണ് അതിൻ്റെ പ്രയാസങ്ങൾ അറിയുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു കാരാഗ്രഹത്തിൽ അനേക നാളുകൾ ജീവിച്ചിട്ടുള്ളവർക്ക് അടിമത്തം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ. അവർ അടിമത്തത്തിൽ കിടന്നവർ മടുത്തു. അവർക്ക് സ്വാതന്ത്ര്യമില്ല. 400 വർഷമായി അവരുടെ പിതാക്കന്മാർ ആയിട്ടിങ്ങനെ കിടക്കുക. എന്നാണ് ഒരു വിടുതൽ? അങ്ങ് വിടുതലുണ്ടോ? വിടുതലില്ല. അവർ കിടക്കുക. ഹല്ലേലൂയ. അവർക്ക് വീടില്ല, അവർക്ക് സ്വന്തമായ പണമില്ല, അവർക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഭവനമില്ല, ദേശമില്ല, ഒന്നുമില്ല. എല്ലാം ശൂന്യതയാ. ഹല്ലേലൂയ. വെറും ശൂന്യത അവരെ സംബന്ധിച്ച്. ഇന്ന് ജോലിക്ക് പോകുന്നു, എന്തെങ്കിലും ഫറവോൻ തരുന്നു, കഴിക്കുന്നു, വീട്ടിൽ വരുന്നു, അവരുടെ മക്കളെ ഹല്ലേലൂയ അവരെങ്ങനെ വളർത്തുന്നു എന്ന് പോലും നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ മക്കളെ കൊണ്ടായിരിക്കും ജോലി സ്ഥലത്തൊക്കെ വരുന്നത്. അപ്പോൾ മക്കളെ നോക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നല്ല അടിയും കിട്ടും അവർക്ക്. അതുപോലെ അവർ മടുത്തു. അവർ സകലതും ശൂന്യമായിരിക്കുക, വെറും ശൂന്യമാ. ഹല്ലേലൂയ.
ആ ശൂന്യ അവസ്ഥയിൽ കിടന്നവരെ ഹല്ലേലൂയ ദൈവം അവരെ ഉയർത്തി അവരുടെ ബന്ധനങ്ങളെ തകർത്ത് ഫറവോൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ച് അവർക്ക് ദേശം കൊടുത്തു, അവർക്ക് ഭവനങ്ങൾ കൊടുത്തു, അവർക്ക് ഹല്ലേലൂയ ഭക്ഷണത്തിനുള്ള വസ്ത്രത്തിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്തു. അതെല്ലാം ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലാതിരുന്നവർക്ക് 20 ലക്ഷത്തിൽ ചില്ലുവാനും വരുന്ന ജനങ്ങൾക്ക് കർത്താവ് സകലതും കൊടുത്തു. ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന്. അതാണ് എലോഹിം. സൃഷ്ടിപ്പിൽ അവൻ ശക്തനാ. ഹല്ലേലൂയ. സൃഷ്ടിപരമായ കാര്യങ്ങളിൽ അവൻ ശക്തനാ. എലോഹിം. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവർ കരുതും, ഇപ്പോഴുമുണ്ട് ഒന്നുമില്ലാത്തവരുണ്ട്, അവർ കരുതും എനിക്കൊന്നുമില്ല, എങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. മക്കളെ എങ്ങനെ പഠിപ്പിക്കും? അടിമത്തത്തിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അവർ എലോഹിം എന്ന് പറയുമ്പോൾ, ഹൃദയം തുറന്ന് എലോഹിം എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ശൂന്യത മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അങ്ങനെയാ. അവൻ്റെ പേര് എലോഹിം. അവൻ സൃഷ്ടിപരമായ കാര്യത്തിൽ അവൻ ശക്തനാണ്. ആ എലോഹിം എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ശൂന്യത മാറ്റുന്നവന്. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം തരുന്നവന് എലോഹിം ശക്തൻ. ഹല്ലേലൂയ. ജോഷിയുടെ പുസ്തകം 10:12 അവിടെ പറയുന്നു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക് എന്ന് പറയുന്നു. ദൈവം അതവരെ അവിടെ നിർത്തിക്കൊടുത്തു. ഹല്ലേലൂയ. അമോര്യ രാജാക്കന്മാരെ, ഏതാണ്ട് പല ജാതികൾ 5 രാജാക്കന്മാർ കൂട്ടം കൂടി ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ ആക്രമിക്കുക. അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളുണ്ട്, കുന്തമുണ്ട്, വാളുണ്ട്, പരിചയമുണ്ട്, ഇതെല്ലാമുണ്ട്. ഇന്നലെ വന്ന് ഇവിടെ താമസം തുടങ്ങിയിട്ടില്ല. അവരോട് യുദ്ധത്തിന് വന്നിരിക്കും. ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, കുറച്ച് കല്ലുകൾ കാണുമായിരിക്കും. ഹല്ലേലൂയ. ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. അതുപോലെ ജനസംഖ്യയും ഈ വരുന്ന ഈ അഭ്യസിച്ചിട്ടുള്ള പടയാളികളോട് ഇവർക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ എലോഹിം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കർത്താവ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. ആകാശത്തുനിന്ന് വലിയ കല്ലുകൾ താഴത്തേക്ക് ഉരുട്ടിയിട്ടു. ഹല്ലേലൂയ. ഹെയിൽ മഴ, അത് വലിയ കല്ലുകൾ എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഈ ശത്രുക്കളുടെ നേരെ ഉരുട്ടിയിട്ടു. അവരൊക്കെയും ചത്തടിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെയും ഹല്ലേലൂയ അവരുടെ തന്നെ വാൾ പിടിച്ചു മേടിച്ച് അവരെ വെട്ടിക്കളയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴത്തേക്കും ഏതാണ്ട് രാത്രി സമയമായി. അവർക്ക് വെട്ടം വേണ്ടേ? എവിടുന്നാ വെട്ടം? ഹല്ലേലൂയ. രാത്രിയിൽ വെട്ടമില്ലല്ലോ. അതുകൊണ്ട് യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിൽ നിൽക്കുക എന്ന് പറഞ്ഞു. ഒരു ദിവസം മുഴുവനും അത് അപ്രകാരം നിൽക്കുവാനിടയായി തീർന്നു. ആ സകലമായ ശത്രുക്കളെയും സംഹരിച്ച് കളയുവോളം ആ സൂര്യൻ അവിടെ നിന്ന് അവർക്ക് പ്രകാശം കൊടുത്തു. ബാക്കിയുള്ളവരെ നശിപ്പിക്കാതെ സംഹരിക്കാതെ വിട്ടുകളഞ്ഞാൽ പിന്നീട് അവർക്കത് പ്രയാസമായി തീരുമായിരുന്നു. ആ രാത്രിയുടെ യാമത്തിൽ ആ സൂര്യനെ നിർത്തിക്കൊടുത്ത് പ്രകാശം കൊടുക്കുവാൻ ആ സൃഷ്ടിപരമായ കാര്യത്തിൽ അവരെ സഹായിച്ചാണ് എലോഹിം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം അവൻ സൃഷ്ടിപരമായ കാര്യത്തിൽ അവൻ എലോഹിമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഇതിനു മുമ്പ് യെരിഹോ കോട്ടയ്ക്ക് സമീപം യോശുവ വിഷമിച്ചിരുന്നപ്പോൾ അവിടെ ഒരു ദൂതൻ മിഖായേൽ തന്നെ ഇറങ്ങി വന്നു. അവരെ സഹായിക്കുവാൻ ഇറങ്ങി വന്നു. ആ കോട്ട അത് സംഹരിക്കുവാൻ അവരുടെ കയ്യിൽ സൃഷ്ടിപരമായി യാതൊന്നുമില്ല, ബുൾഡോസറില്ല, ഒന്നുമില്ല അവരുടെ കയ്യിൽ. പക്ഷേ ആ മതിൽ ഇടിഞ്ഞു പോയി. ആ മതിലിടിഞ്ഞ് അവർക്ക് വഴി കൊടുത്തു. അതാണ് എലോഹിം. അവൻ സഹായിക്കുന്നവനാണ്. സൃഷ്ടിപരമായി കാര്യങ്ങളിൽ അവൻ ശക്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 6 ദിവസം ഓരോ പ്രാവശ്യം വെച്ച് ആ മതിലിന് ചുറ്റും അവർ നടന്നു. 7ാമത്തെ ദിവസം അവർ 7 പ്രാവശ്യം നടന്നു. 7ാമത്തെ പ്രാവശ്യം മതിലിനെ ചുറ്റിയപ്പോൾ
മതിലെതിലെ പോയെന്ന് കണ്ടില്ല. ഹാലേലുയ. അതാണ് എലോഹിം. ഹാലേലുയ. സൃഷ്ടിപരമായ കാര്യത്തിൽ ശക്തനായവൻ. ഹാലേലുയ. അവൻ ചിലത് തകർക്കും, അവൻ ചിലത് പണിയും. ഹാലേലുയ. ഇസ്രായേലിയർക്ക് അവൻ ശാശ്വതമായ അവകാശ സ്ഥലം അവൻ വീതിച്ചു കൊടുത്തു. ഹാലേലുയ. ഇന്ന് ആ ഇസ്രായേലിയർ അവരാ ശാശ്വതമായ സ്ഥലത്ത് വാസം ചെയ്യുക. ഹാലേലുയ. അവരെ തകർക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയുമെന്ന് ചിലർ പറയുന്നു, പക്ഷെ കഴിയുകയില്ല. കാരണം എലോഹിം അവരുടെ കൂടെ ഇരിക്കുക. ഹാലേലുയ. അവൻ ശക്തനാ. അവനൊരു വാക്കുകൊണ്ട് സൃഷ്ടിക്കുന്നവനാ. ഹാലേലുയ. ഇസ്രായേലിയർക്ക് വേറൊരു രാജ്യം വേണമെങ്കിൽ അവൻ്റെ ഒരു വാക്കുകൊണ്ട് അവനെ സൃഷ്ടിക്കാൻ കഴിയും. അവൻ എലോഹിം. ഹാലേലുയ. ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു പേരാണ് യഹോവ. യഹോവ എന്നുള്ളത് കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു പേരാ. ഹാലേലുയ. കർത്താവിന് ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേരുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഈ യഹോവ കൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഹാലേലുയ. യഹോവ, നമുക്ക് സങ്കീർത്തനം 102:27 ഒന്ന് വായിക്കാമല്ലോ. അതെ, അതെ. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഹല്ലേലൂയ. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരം അവസാനിക്കുകയുമില്ല. ഹല്ലേലൂയ. നീയോ അനന്യനാകുന്നു, എന്നേക്കും നിലനിൽക്കുന്നവന്, എന്നേക്കും ജീവിക്കുന്നവന്. ഹല്ലേലൂയ. ഫുൾ ഓഫ് ലൈഫ് എന്നാണ് യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫുൾ ഓഫ് ലൈഫ്. ഹല്ലേലൂയ. നാം യഹോവയോട് ചേർന്ന് നിൽക്കുന്നത് ആ ഫുൾ ഓഫ് ലൈഫ് പ്രാപിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഈ ലോകത്ത് നിസ്സാര സമയമേ ഉള്ളൂ. എന്നാൽ നാം യഹോവയോട് ചേർന്ന് നിൽക്കുമ്പോൾ നാമും യഹോവയെ പോലെ, ദൈവത്തെ പോലെ അനന്യനായി മാറിയ. ഹല്ലേലൂയ. നാം എന്നേക്കും നിലനിൽക്കുക. ഹല്ലേലൂയ. നിന്റെ സംവത്സരം അവസാനിക്കുന്നില്ല. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സംവത്സരം അവസാനിക്കുന്നില്ല. നാം 70 80 വയസ്സ് പ്രായമാകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോയെങ്കിലും നമ്മുടെ സംവത്സരം അവസാനിക്കുന്നില്ല, നാം യഹോവയോട് ചേർന്ന് നിന്നാൽ. കാരണം യഹോവ, അതിൻ്റെ അർത്ഥം തന്നെ ഫുൾ ഓഫ് ലൈഫ് എന്ന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒപ്പം ദൈവം നിർത്തിയാ ചെയ്തത്. ഹല്ലേലൂയ. മോശയെ കൊണ്ട് ദൈവം പലതും ചെയ്യുവാൻ ആഗ്രഹിച്ചു. അതായത് ഇസ്രായേൽ മക്കൾക്കൊരു വിടുതൽ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ തന്നെ മോശയെ തകർക്കുവാൻ ശത്രു പദ്ധതിയിട്ടിരുന്നു. ഹല്ലേലൂയ. ആ ശത്രുവിൻ്റെ ഭവനത്തിൽ തന്നെ മോശയെ വളർത്തുവാൻ തന്നെ ദൈവം നിശ്ചയിച്ചു. മോശയെ ദൈവം ആ ശത്രുവിൻ്റെ ഭവനത്തിൽ തന്നെ വളർത്തി ഇസ്രായേൽ മക്കളെ തക്ക സമയത്ത് വിടുവിക്കുവാനുള്ള ട്രെയിനിങ് അവിടെ ലഭിക്കുവാനിടയായി തീർന്നു. ഇത്രയും വരുന്ന ജനലക്ഷങ്ങളെ നയിക്കുക, അവരെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് മോശയ്ക്ക് അതിനുള്ള ആവശ്യമായ ട്രെയിനിങ് അവിടെ മിസ്രൈമിൽ ലഭിച്ചു. കാരണം അടുത്ത ഫറവോനായി മാറേണ്ടവനാണ് മോശ. അതുകൊണ്ട് മോശയ്ക്ക് ആ ട്രെയിനിങ് അവിടെ ലഭിക്കുവാനിടയായി തീർന്നു. പക്ഷേ മോശ 40 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരെ കാണുവാനായിട്ട് ഇറങ്ങി. അവൻ നോക്കുമ്പോൾ അവിടെ തൻ്റെ സഹോദരന്മാരായ ഹെബ്രായനായ ഒരുവനെ, മിസ്രയീമനായ ഒരുവന് ആവശ്യമില്ലാതെ അടിക്കുന്നത് കണ്ടു. മോശയ്ക്ക് സഹിച്ചില്ല. മോശ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കൈ കൊണ്ട് ഒരൊറ്റ അടിയെ കൊടുത്തുള്ളൂ. അവൻ മരിച്ച് താഴെ വീണു. അവനെ മണലിൽ കുഴിച്ചിടുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ദിവസമായപ്പോൾ മോശ വീണ്ടും അതേ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സഹോദരന്മാരായ ഇസ്രായേൽ മക്കൾ പരസ്പരം വഴക്കിടുന്നത് കണ്ടു. മോശ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം വഴക്കിടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ മോശയോട് ചോദിച്ചു, നീ ഇന്നലെ മിസ്രയീമിനെ തല്ലിക്കൊന്നത് പോലെ ഞങ്ങളെയും കൊല്ലുവാൻ തുടങ്ങുന്നു. മോശ പേടിച്ചു പോയി. കാരണം ഈ സംഭവം വെളിയിൽ അറിഞ്ഞിരിക്കുന്നു. ഫറവോൻ തന്നെ തൂക്കിലേറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. മോശ ഭയപ്പെട്ട് ഓടുവാനിടയായി തീർന്നു. അവൻ മിദ്യാനിൽ
മരുഭൂമിയിലെ ആടുകളെ നോക്കി വീണ്ടും ഒരു 40 വർഷക്കാലം അവൻ മരുഭൂമിയിലെ ആടുകളെ നോക്കി നടക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം മോശ സീനായി പർവ്വതത്തിൻ്റെ സമീപത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ ദൈവം മോശയെ വിളിക്കുവാനിടയായി തീർന്നു. മോശ ഓടി ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. മോശ കരുതി ഇനി തന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല എന്ന് കരുതി. തനിക്ക് പ്രായമേറെയായി, ഏതാണ്ട് 80 വയസ്സോളം പ്രായമായി. ഇനി തനിക്കതിനുള്ള ജനങ്ങളെ നടത്തുവാനുള്ള ആരോഗ്യമൊന്നും തനിക്കില്ല. താൻ പഴയതുപോലെയുള്ള ഒരു ലീഡർഷിപ്പൊന്നും തനിക്കില്ല. തൻ്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ആടുകളുടെ ഇടയ്ക്ക് കടന്നുകൊണ്ട് ഒരു മനുഷ്യരോട് സംസാരിക്കാനില്ലാതെ ഒരുപാട് മണിക്കൂറുകൾ ഓരോ ദിവസം ഈ ആടുകളുടെ ഇടയിലായിരുന്നുവല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് മോശയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. അത്തരത്തിലുള്ള മോശയ്ക്ക് ഇനി ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മോശ തന്നെ തീരുമാനിച്ചു. പക്ഷെ ദൈവം മോശയെ ഉപയോഗിക്കാൻ തന്നെ ദൈവം തീരുമാനിച്ചു. ഹല്ലേലൂയ. മോശയോട് ദൈവം നീ ഫറവോന്റെ അടുക്കൽ ചെല്ല്, എൻ്റെ ജനങ്ങളെ വിടുവിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ മോശ അതിൽ നിന്ന് പിന്മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. മോശ ഭയപ്പെട്ട് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? അവൻ പറഞ്ഞു, അതൊരു റോഡാണ്. ആ റോഡിനെ നീ താഴെയിടാൻ പറഞ്ഞു. മോശ അത് താഴെയിട്ടപ്പോൾ അതൊരു പാമ്പായി മാറി. മോശയോട് പറഞ്ഞു അതിനെ എടുക്കുവാൻ പറഞ്ഞു. മോശ പാമ്പിനെ കണ്ട് പേടിച്ചോടിയെങ്കിലും കർത്താവ് പറഞ്ഞു അതിനെ എടുക്കുവാൻ പറഞ്ഞു. മോശ അതിൻ്റെ വാലിൽ തൊട്ടെടുത്ത് അത് വീണ്ടും വടിയായി മാറി. മോശയ്ക്ക് കുറച്ച് ധൈര്യം വന്നു, പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടില്ല. കർത്താവ് മോശയോട് പറഞ്ഞു, നീ നിൻ്റെ കൈ നിൻ്റെ മാറിടത്തിലേക്ക് വയ്ക്കുക. മോശ അപ്രകാരം ചെയ്തപ്പോൾ കൈ വെളുത്ത് കുഷ്ഠം പോലെ, ഹിമം പോലെ വെളുക്കുവാനിടയായി തീർന്നു. കുഷ്ഠം പടരുവാനിടയായി തീർന്നു. മോശയോട് പറഞ്ഞു, വീണ്ടും നിൻ്റെ കൈ വയ്ക്ക് നീ നിൻ്റെ മാറിടത്തിലേക്ക്. മോശ വെച്ചു. കൈ വീണ്ടും എടുത്തപ്പോൾ ആ പഴയതുപോലെ ആയിത്തീരുവാനിടയായി തീർന്നു. മോശയ്ക്ക് അപ്പോഴും ഒരു പൂർണ്ണമായൊരു ധൈര്യമില്ല. തന്നെ കൊണ്ട് ഈ ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ ജനങ്ങളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന് മോശയ്ക്ക് വീണ്ടും ഒരു സംശയമായി തീർന്നു. ഹല്ലേലൂയ. വീണ്ടും മോശ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ കഴിയയില്ല, എനിക്ക് വിക്കുണ്ട്. കർത്താവ് മോശയെ വീണ്ടും ധൈര്യപ്പെടുത്തി, നിന്റെ നാവിനോട് കൂടെ ഞാനിരിക്കും, നിന്റെ ആദരത്തോടു കൂടെ ഞാനിരിക്കും, ഞാൻ സംസാരിക്കും. അങ്ങനെ മോശയെ വീണ്ടും കർത്താവ് ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ. ഓർക്കണം, മോശ ഫറവോൻ്റെ അടുത്തായിരുന്നപ്പോൾ അവൻ പബ്ലിക്കിനോട് സംസാരിക്കുവാൻ അവന് നല്ല ട്രെയിനിങ് കിട്ടിയവനാണ്. അവനടുത്ത ഫറവോനായി തീരേണ്ടവനല്ലേ. അവന് പബ്ലിക്കിനോട് സംസാരിക്കാനുള്ള നല്ല ട്രെയിനിങ്, നല്ല കഴിവുള്ളവനാ. പക്ഷേ അവൻ്റെ ആ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മോശ വിചാരിച്ചു തനിക്ക് ഇനി തന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല എന്ന്. ഹല്ലേലൂയ. എന്നാൽ ദൈവം മോശയെ, ഹല്ലേലൂയ, തൻ്റെ കൂടെ നിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് മോശയ്ക്ക് വീണ്ടും ഈ വലിയ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മോശയെ കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ ഇടയായി തീർന്നു. മോശയ്ക്ക് വീണ്ടും ഒരു 40 വർഷം കൂടെ മോശയ്ക്ക് ലഭിക്കുവാനിടയായി തീർന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, നീയോ അനന്യൻ, നിന്റെ സംവത്സരം അവസാനിക്കുകയുമില്ല. അങ്ങനെ മോശ ഇന്നും ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതാണ് യഹോവ. യഹോവ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ലൈഫ് എന്നാണ് അതിൻ്റെ മീനിങ്. ഹല്ലേലൂയ. യഹോവ രോഗത്തിൽ പ്രയാസപ്പെടുന്ന, എൻ്റെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ മക്കളുടെ അവസ്ഥ എന്തെന്ന് അറിയില്ല, ഞാൻ രോഗത്തിൽ പ്രയാസപ്പെടുകയാണ് എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നാം യഹോവേ എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, നിൻ്റെ ജീവനെ അനന്യമായി നിലനിർത്താൻ കഴിയുന്നവനെ എന്ന് നാം വിളിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ അവന് ജീവനെ ധാരാളമായി സമൃദ്ധമായി നൽകുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ മനുഷ്യർ, ഇനി മറ്റുള്ള പേരുകളെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവിന് പല പേരുകളുള്ളതിൻ്റെ കൂടെ തന്നെ മനുഷ്യരും കർത്താവിന് പല പേരുകൾ ചൊല്ലി വിളിക്കുന്നുണ്ട്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ദാസി, അവൾ ഒരു അന്യജാതിക്കാരി, അവൾ മരുഭൂമിയിൽ വെച്ച്
തൻ്റെ മകന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചു. ഹല്ലേലൂയ. അവൾക്കറിയാം ആരെ വിളിച്ചിട്ടും കാര്യമില്ല. അവൾ വേദന കൊണ്ട് വിളിച്ചു പോയതാ. ആരെ വിളിച്ചിട്ടും പ്രയോജനമില്ല. കാരണം തൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവുക. വെള്ളമില്ല, തൊണ്ട വരണ്ടു. അവളും അതിനുശേഷം പിടഞ്ഞ് മരിക്കാൻ പോവുക. പക്ഷേ കർത്താവ് വന്നു, തൻ്റെ ദൂതനെ അയച്ചു. അവിടെ ഒരു കുളം കാണിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളം കുടിച്ചു. ജീവൻ നിലനിർത്തുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അവൾ പേരിട്ടു, എന്നെ കാണുന്നവനെ. ഹല്ലേലൂയ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ വിളിക്കാനുള്ള പേര് ആഗാർ അവിടെ നൽകിയിരിക്കുന്നു, എന്നെ കാണുന്നവനെ. ദാനിയേൽ ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ ചക്രവർത്തി താൻ കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനിച്ച് തരാത്തവൻ, അത് പറഞ്ഞു കൊടുക്കാത്തവരെ എല്ലാവരെയും കൊന്നുകളയാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ദേശത്തുള്ള എല്ലാ മന്ത്രവാദികളും ശകുനവാദികളും ഒക്കെ കൊല്ലുവാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. നമുക്കറിയാം, രാജാവിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതിനെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. ആ കൂട്ടത്തിൽ ദാനിയേലിൻ്റെ കൂടെയുള്ള അനന്യാവ്, മീശായേൽ, ഹസരിയാവ് എന്നീ ബാലന്മാരെയും കൊല്ലുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. ദാനിയേൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ആ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നീ വെളിപ്പെടുത്തി തരണമേ. നീ വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ ഈ ലോകത്തുള്ള ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ആ രാജാവ് ഞങ്ങളെ കൊല്ലും. ഹല്ലേലൂയ. കർത്താവ് അവനും വെളിപ്പെടുത്തി കൊടുത്തു, സ്വപ്നത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേൽ ദൈവത്തിന് പേരിട്ടു, സ്വപ്നത്തെ വെളിപ്പെടുത്തി തരുന്നവന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, വെളിപ്പെടുത്തി തരണമേ. മറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തി തരുന്നവനാ ദൈവം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവമേ, ഹല്ലേലൂയ, എനിക്കിത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്കിത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ആലയത്തിൽ ജനങ്ങൾ വരാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ഈ ദുർവിധി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ഈ രോഗം ഞങ്ങൾക്ക് വരുന്നത്? ഞങ്ങളുടെ സഹോദരന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്? കർത്താവേ, ഹല്ലേലൂയ, നീ ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന യഹോവ എന്നല്ലയോ? ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വെളിപ്പെടുത്തി തരുന്നവൻ, സ്വപ്നങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമെന്ന് ദാനിയേൽ പേരിടുവാനിടയായി തീർന്നു. അവിടെ ഇവിടെ മീക്ക പ്രവാചകനും ദൈവത്തിന് ഒരു പേരിട്ടു, തകർക്കുന്നവന്, തടസ്സങ്ങളെ തകർക്കുന്നവന്, നിന്റെ തടസ്സങ്ങളെ തകർക്കുന്നവന്. ഹല്ലേലൂയ. അവൻ ഡിവൈൻ റെഡീമർ, യേശു. ഹല്ലേലൂയ. അവൻ തടസ്സങ്ങളെ തകർക്കുന്നവൻ. ഇന്ന് രാത്രികാലം നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും അവൻ തകർത്ത് അവൻ ജയം തരുന്ന ദൈവമാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.